ഗ്ലോറി ബി ടു ഗോഡ്. അതെ, എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ പലതിനെയും അത്ഭുതകരമായി അതിജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയില്ലേ? പല പ്രതിസന്ധികളെയും, പല പ്രതികൂലങ്ങളെയും, പല പ്രശ്നങ്ങളെയും വളരെ അത്ഭുതകരമായി അതിനെ നേരിടുവാനും അതിൽ നിന്ന് ജയിച്ച് അതിനെ അതിജീവിച്ച് മുന്നേറുവാനും കർത്താവ് നമ്മെ ഏവരെയും സഹായിച്ചില്ലേ? ആ കർത്താവ് ഇന്നും നമുക്കായി ജീവിക്കുന്നു. ഇന്നും നമ്മെ സഹായിക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ, അത്ഭുതകരമായി നമ്മെ നടത്തുവാൻ ആ കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തലപ്രവൃത്തികൾ 14-ാം അധ്യായം അതിൻ്റെ 20-ാം വചനം നമുക്ക് വായിക്കാം. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കുകയിൽ അവൻ എഴുന്നേറ്റു പട്ടണത്തിൽ ചെന്നു പിറ്റേന്നാൾ ബർന്നബാസിനോടുകൂടെ ദർബയ്ക്ക് പോയി. അതെ, അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. 14-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോനിയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ നാമനിമിത്തം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഉപദ്രവിക്കപ്പെടുകയാണ്. യഹൂദന്മാർ ഒരാളല്ല, പലരും വന്നുകൂടി, പല സ്ഥലങ്ങളിൽ നിന്ന് വന്നുകൂടി പൗലോസിനെ കല്ലെറിയുന്നു. പ്രിയ ദൈവമക്കളെ, യേശുവിൻ്റെ നാമനിമിത്തം, ദൈവനാമത്തെ അറിഞ്ഞതിന് നിമിത്തം, ദൈവത്തെ സേവിക്കുന്ന നിമിത്തം എന്തെങ്കിലും ഉപദ്രവങ്ങളും വേദനകളും ആത്മീകമായോ ആത്മീക തലങ്ങളിൽ നിന്നോ ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ നാം നേരിടുന്നുണ്ടോ എന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. അങ്ങനെ പൗലോസിനെ അവർ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. ഇത്രയും പേർ കൂടി നിന്ന് കല്ലെറിഞ്ഞപ്പോൾ അവർ ഉറച്ച് വിശ്വസിച്ചു അപ്പോസ്തലനായ പൗലോസ് മരിച്ചു എന്ന് തന്നെയാണ് അവർ ചിന്തിച്ചത്. അങ്ങനെ ഏത് പട്ടണത്തിലാണോ അപ്പോസ്തലനായ പൗലോസ് യേശുവിനെ ഉയർത്തിയത്, ആ പട്ടണത്തിൻ്റെ പുറത്തേക്ക് പൗലോസിനെ വലിച്ചഴിച്ചു കൊണ്ടുവരികയാണ്. എന്നാൽ 20-ാം വചനത്തിൽ നാം വായിക്കുന്നു, ശിഷ്യന്മാർ അവൻ്റെ ചുറ്റി നിൽക്കുകയിൽ അവൻ എഴുന്നേറ്റു വീണ്ടും പട്ടണത്തിൽ ചെല്ലുന്നു. നിസ്സഹായനായ അവിടെ അപ്പോസ്തലനായ പൗലോസ് കിടക്കുകയാണ്. കാരണം തൻ്റെ ശിഷ്യന്മാർ അവിടെയുണ്ട്, ദൈവത്തെ അറിഞ്ഞ വിശ്വാസികൾ അവിടെയുണ്ട്. അവരാരും അപ്പോസ്തലനായ പൗലോസിന് അവർക്കാർക്കും സഹായിക്കാൻ കഴിയുന്നില്ല. അവർ ചുറ്റും നിൽക്കുകയാണ്. അതെ, ഇന്ന് നാം അനുഭവിക്കുന്ന ചില പ്രതിസന്ധികളുടെ നടുവിൽ, ചില കഷ്ടതകളുടെ നടുവിൽ നിസ്സഹായരായി, സഹായിപ്പാൻ ആരുമില്ലാതെ, കൈത്താങ്ങുവാൻ ആരുമില്ലാതെ ഭാരപ്പെടുന്നുണ്ടോ? ഈ പ്രശ്നങ്ങളെയും നാം അതിജീവിക്കും. മരിച്ചു എന്ന് വിചാരിച്ച് പട്ടണത്തിൽ നിന്ന് വലിച്ചഴിച്ചു കൊണ്ടുപോയി ആ പൗലോസിനെ കർത്താവ് സംരക്ഷിച്ചു. കർത്താവ് ശക്തി പകർന്നു. അത്ഭുതകരമായി ആ പ്രതിസന്ധിയിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസ് അതിജീവിച്ച് പുറത്തു വന്നു. താൻ തനിയെ എഴുന്നേറ്റ് ആ പട്ടണത്തിലേക്ക് തന്നെ ചെല്ലുവാനിടയായി തീർന്നു. അവിടെ നിന്ന് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോയി 21-ാം വചനത്തിൽ വായിക്കുന്നു, ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ചു. പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്നീ പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. അതേ, ദൈവമാണ് അപ്പോസ്തലനായ പൗലോസിനെ വിളിച്ചത്, ദൈവമാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെയാണെങ്കിൽ നമ്മെ സൂക്ഷിക്കുവാനും നമ്മെ പരിപാലിക്കുവാനും ദൈവത്തിൻ്റെ പദ്ധതികളും വാഗ്ദത്തങ്ങളും നമ്മളിലൂടെ നിവർത്തിക്കുവാനും നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ആയതിനാൽ പ്രതിസന്ധികളുടെ നടുവിൽ ഭാരപ്പെട്ട് തളർന്നു പോകേണ്ട, സകലത്തെയും അത്ഭുതകരമായി നാം ഇനിയും അതിജീവിക്കും. ആ അനുഭവത്തിൽ നിന്നാണ് 22-ാം വചനത്തിൽ പൗലോസ് പറയുന്നത്, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. ഇന്ന് ചില പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുന്നത് ചില ശാരീരിക ബലഹീനതകളിലൂടെ, ചില മാനസിക വേദനകളിലൂടെ, ചില സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ നാം കടന്നു പോകുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാവോ? അവിടെ നിന്ന് കർത്താവ് നമ്മെ അത്ഭുതകരമായി രക്ഷിക്കും, നാം അതിജീവിക്കും. എന്നിട്ട് നാം അതുപോലെ വേദനയിലും കഷ്ടതയിലും ആയിരിക്കുന്നവരെ പ്രബോധിപ്പിക്കുവാനും അവരെ ധൈര്യപ്പെടുത്തുവാനും അവരുടെ മനസ്സുകളെ ഉറപ്പിക്കുവാനും
കർത്താവ് നമ്മെ ഉപയോഗിക്കും. ആയതിനാൽ നാം വിശ്വാസത്തിൽ നിലനിൽക്കണം. അനേകം കഷ്ടങ്ങളിൽ കൂടി മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയത്തുള്ളൂ. ഈ നാളുകളിൽ കഷ്ടങ്ങളിൽ തളർന്നു പോകേണ്ട, വിളിച്ച ദൈവം വിശ്വസ്തൻ നമ്മോട് കൂടെയുണ്ട്. ഈ വചനപ്രഹാരം കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. ഈ നാടുകളിൽ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ സകല പ്രതിസന്ധികളെയും അത്ഭുതകരമായി അതിജീവിച്ച് ഞങ്ങളുടെ സാക്ഷികളായി വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണേ. ഈ വചനപ്രകാരം ഓരോരുത്തരെയും ശക്തീകരിച്ച് ബലപ്പെടുത്തി അങ്ങ് വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാനമായി താഴ്ത്തുന്നു. എല്ലാവിധമായ നന്മകളാൽ അനുഗ്രഹങ്ങളാലും നിറച്ച് പരിപാലിച്ചാട്ടെ കർത്താവേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ വണ്ടർഫുൾ ഡേ. May God bless you all.